made at the end of accounting period to account for items which are omitted in the trial balance and to make adjustment for outstanding and prepaid expenses and revenues accrued and received in advance. Adjustment interest എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ട്രയൽ ബാലൻസിൽ ഒമിറ്റ് ചെയ്തു പോയ ഐറ്റംസ് അതുപോലെ തന്നെ നമ്മൾ ചില എക്സ്പെൻസസ് പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രീപെയ്ഡ് എക്സ്പെൻസ് നെക്സ്റ്റിലുള്ള എക്സ്പെൻസൊക്കെ ഈ വർഷം നമ്മൾ കൊടുത്തുവിടും, അല്ലെങ്കിൽ ഈ വർഷം കൊടുത്തുവിടുന്ന ലയബിലിറ്റീസ് നമ്മൾ കൊടുക്കാതെ ഔട്ട്സ്റ്റാൻഡിങ് ആയി കിടക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ചില ഇൻകംസ് നമുക്ക് മുൻകൂട്ടി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ചില ഇൻകംസ് ഈ വർഷം കിട്ടുന്നത് കിട്ടിയിട്ടില്ല എന്ന് വരും. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കൊല്ലം വരുന്ന എല്ലാ അക്കൗണ്ട്സും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇൻകവും അതിന് വേണ്ടി ഉള്ള എക്സ്പെൻസും തമ്മിൽ മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രീസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ചെയ്യുന്നത്. വാട്ട് ദ പേർപ്പസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്? ദ മെയിൻ പേർപ്പസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആർ ടു മെഷർ ദ കറണ്ട് ഇയർ റവന്യൂ വിത്ത് ദി എക്സ്പെൻസസ് ഇൻകോർഡ് ടു ഓൺ ദിസ് റവന്യൂസ്. കറണ്ട് ഇയർ റവന്യൂസും അതുപോലെ തന്നെ ഈ റവന്യൂ കിട്ടാനുള്ള എക്സ്പെൻസ് നമ്മൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത്. എന്താണ് അത് പേർപ്പസ്? ടു എക്സിബിറ്റ് ദ ഫെയർ വ്യൂ ഓഫ് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ടു എക്സിബിറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. നീഡ് ഫോർ അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. The need arises to pass adjusting entries for the following reasons: to record omissions in trial balance, disclose in stock, interest in capital, interest in drawings. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിൽ വരുന്ന കാര്യങ്ങൾ ട്രയൽ ബാലൻസിൽ കാണിക്കാറില്ല. ട്രയൽ ബാലൻസ് അപ്പോൾ ഈ ഒരു ട്രയൽ ബാലൻസ് വരുന്ന ഒമിഷൻസ് റെക്കോർഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇൻട്രസ്റ്റ് ഇൻ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഇൻ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുള്ള ഒമിഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് യൂസ് ചെയ്യുന്നു. ടു ബ്രിങ് ടു അക്കൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ടാവും, പ്രീപെയ്ഡ് എക്സ്പെൻസിനായിരിക്കും, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ടു ബ്രിങ് ഇൻ ടു അക്രോഡ് ഇൻകം ആൻഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ടു ക്രിയേറ്റ് റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് നോക്കുന്നത്. ഇനി നമുക്ക് കുറേ നോക്കി 3 അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് നമുക്ക് വരുന്നുണ്ട്. ഓരോന്നോരോന്നെടുത്തെടുത്ത് വേഗം പറഞ്ഞു പോകട്ടോ. So first one, closing stock. The unsold goods in the business at the end of accounting period are termed as closing stock. As per accounting standard 2, the stock is valued at cost price or net realizable value, whichever is lower. അത് നമ്മുടെ ബിസിനസ്സിൽ at the end of accounting period സോൾഡ് ആവാതെ കിടക്കുന്ന ഗുഡ്സിന് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുക. നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻവെൻട്രി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെക്കൻഡാണ്. അത് പ്രകാരം നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതാണ് ഒന്നുകിൽ കോസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ നെറ്റ് റിലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് ലോ. അതായത് പ്രുഡൻസ് കോൺസെപ്റ്റാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ക്ലോസ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ കാണിക്കില്ല. അതിന് അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെയാണ് കാണിക്കുക? സ്റ്റോക്ക് എന്താണ്? സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റാണ്. സ്റ്റോക്ക് നമ്മൾ എവിടെയായിട്ടാണ് നമ്മൾ കാണിക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഏത് അക്കൗണ്ടിലാണ് കാണിക്കുക? ഓൾറെഡി കണ്ടിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് ഏത് സൈഡിലാണ് കാണിക്കാറ്? ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? അതിനെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഒരു എൻട്രി കാണിക്കുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഏതാണോ ആ ഐറ്റം അതിനെ ഡെബിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സ്റ്റോക്ക് കറണ്ട് അസറ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ബ്രോട്ട് ഇൻ ടു അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് ബ്രോട്ട് ഇൻ ചെയ്തിരിക്കുന്നു. ദിസ് ഈസ് ദ ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള ജേണൽ എൻട്രി. ഇതാണ്. നമ്മളത് എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ടിൽ കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കും? അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്സിൻ്റെ ഹെഡിൻ്റെ ചുവടെയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോർ ദ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡ് ദിസ് എൻട്രി ഇസ് റിവേഴ്സ് ടു ബ്രിങ് ഇൻ ടു അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതായത് ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അടുത്ത വർഷം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്? നമ്മളുടെ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ അത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. നോക്ക് എക്സാമ്പിൾ. ദ വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്ക് ഷോൺ ഓൺ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ 31st March 2016 is ₹10,000. ദ അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെ വരും? സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ₹10,000. ടു എവിടോട്ട് മാറ്റി? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് മാറ്റി. അപ്പോൾ എന്താണ്? 10,000 ക്ലോസിംഗ് സ്റ്റോക്ക് ബ്രോട്ട് ഇൻ ടു അക്കൗണ്ട്. അത് നമ്മൾ എവിടെയൊക്കെ എഴുതും? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 10,000 കാണിക്കും. ദെൻ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് 10,000 കാണിക്കും. സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നും എഴുതാം, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും എഴുതാം. ഓക്കെ, 10,000 കാണിക്കും. If closing stock is already adjusted purchase account and closing stock will appear in trial balance. Closing stock ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ തരുന്നതെങ്കിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റഡ് പർച്ചേസ് അക്കൗണ്ടും അല്ല ക്ലോസ്ഡ് അക്കൗണ്ടും ട്രയൽ ബാലൻസിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റഡ് പർച്ചേസ് അക്കൗണ്ട് വിൽ ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. പിന്നെ അത് ഈ
ആ അഡ്ജസ്റ്റ് പർച്ചേസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കുക, പിന്നെ ക്ലോസ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. അല്ലാണ്ട് രണ്ട് സൈഡിൽ കാണിക്കുക. അതായത് അഡ്ജസ്റ്റിങ് എൻട്രീസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ ഇത് രണ്ട് അക്കൗണ്ടിൽ കാണിക്കണം. ഒന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും. ഇങ്ങനെ അഡ്ജസ്റ്റിങ് എൻട്രീസ് രണ്ട് അക്കൗണ്ടിൽ വരും. ബാലൻസ് ഷീറ്റിലും ട്രേഡിംഗ് അക്കൗണ്ടിലും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും. അങ്ങനെ അഡ്ജസ്റ്റഡ് എൻട്രീസ് തന്നതല്ലാത്ത എല്ലാതും ഒരു അക്കൗണ്ടിൽ, ഒന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഏതിലൊന്നല്ലേ വരുള്ളൂ. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് വരികയാണെങ്കിൽ രണ്ടെണ്ണത്തിലും വരും കേട്ടോ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അതെന്താണ് ഏതിലൊരു അക്കൗണ്ടിലാണ് വരുള്ളൂ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒന്നുമില്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വർഷം കൊടുത്ത് തീർക്കാനുള്ള ഒരു എക്സ്പെൻസ് ആയിരുന്നു അത്, അല്ലെങ്കിൽ ലയബിലിറ്റി ആയിരുന്നു അത്. നമുക്കത് കൊടുത്തു തീർക്കാൻ സാധിച്ചില്ല. അത് എൻഡ് ഓഫ് അക്കൗണ്ടിൽ പെടാകുമ്പോൾ നമുക്ക് കൊടുത്തേക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. കൊടുത്തേക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താണ്? ഒരു ലയബിലിറ്റിയാണ്. എക്സ്പെൻസ് വിച്ച് ഹാവ് ബിൻ ഇൻകോർഡ് ഇൻ ദ അക്കൗണ്ടിങ് പീരീഡ് ബട്ട് നോട്ട് പേ ചെയ്തിട്ടില്ല ടിൽ ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് or called outstanding expenses. In other words, if certain benefit or service are received during the year but payment is not made for the service received and utilized, these are termed as outstanding expenses. Outstanding expense account is a representative personal account and expense account is nominal account. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. നമ്മളൊരു സർവീസ് എടുത്തു, അതിനൊരു ചാർജ് ഉണ്ട്, അത് കൊടുത്തു തീർക്കാൻ പറ്റില്ല. അതായത് കൊടുത്തു തീർക്കാൻ പറയുന്നത് എക്സ്പെൻസസ്, അല്ലെങ്കിൽ കൊടുത്തു തീർക്കാൻ പറയുന്നത് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒരു റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ്, ഇതൊരു ലയബിലിറ്റിയാണ്. അതിൻ്റെ എൻട്രി ലയബിലിറ്റി ആകുമ്പോൾ എന്ത് വരും? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലയബിലിറ്റി ആകുമ്പോൾ ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി വന്നാൽ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ എക്സ്പെൻസസിനെ എന്ത് ചെയ്യണം? അത് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി? കൺസേൺഡ് എക്സ്പെൻസ് ഏതാണോ കൺസേൺ എക്സ്പെൻസ് അക്കൗണ്ട് അതിന് ഡെബിറ്റ് ചെയ്യുക. കൺസേൺ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അക്കൗണ്ട്. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് അഡ്ജസ്റ്റഡ്. ഇനി എവിടെയൊക്കെ വരും അത്? ഒന്ന് നമ്മൾ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലോ. അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ വേജസ് ആണ്, വേജസ് ഒരു 1000 rupees ട്രയൽ ബാലൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിൽ പറയുകയാണ് നമ്മൾ 500 rupees കൊടുക്കാനുണ്ട്, അത് കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ വേജസ് അക്കൗണ്ട് ചെയ്ത് 2 wages ദെൻ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഈ 500 ടോട്ടൽ 1500 കാണിക്കും. എന്നിട്ട് ഈ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി കാണിക്കണം. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതാണോ എക്സ്പെൻസ് ആണോ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. എന്നാൽ ടോട്ടൽ എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇതെന്ത് അത് ഈ ഇയറിൽ കഴിയുന്നത് മൊത്തം ഈ ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്ത് പോവാണ്. ഓക്കെ. എന്നിട്ട് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണിക്കും. If outstanding expense account appear in the trail balance with credit bearing, means that the journal entry has been made already for outstanding expenses. Hence, the outstanding expenses account will be shown only in the liability side of balance sheet. No adjustment is therefore necessary in expense account, as already expenses would have been adjusted at the beginning of next accounting period. The above entries reverse to bring into account outstanding expense at the beginning, so they reduce it from the amount of expenses of the next year. അതായത് ഓൾറെഡി ട്രയൽ ബാലൻസിൽ ഒരു ഐറ്റഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അതിന് ഓൾറെഡി ജനറൽ എൻട്രി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട വെച്ചില്ല, പിന്നെയും ഇത് ബാലൻസ് പിന്നെയും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് ഒന്നും ചെയ്യേണ്ട വെച്ചാൽ നേരെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? ലയബിലിറ്റി ആയിട്ട് എഴുതാണ് വേണ്ടത്. അഡ്ജസ്റ്റിംഗ് എൻട്രി പണ്ട് തരാണെങ്കിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ട്രയൽ ബാലൻസ് നേരിട്ട് തരാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്ത് അതിനെ വെച്ചിട്ട്. ഓക്കെ. ഇനി എക്സാമ്പിൾ എന്താണ്? ഫോർ ദ ഇയർ 2017 റെൻറ്റ് ഈസ് പേയബിൾ അറ്റ് ₹2000 per month. During the year ₹20,000 is paid on account of rent. അപ്പോൾ തന്നെ ഒരു മാസം 2000 per month വെച്ച് റെൻറ്റ് കൊടുക്കാണ്ട് നമ്മൾ ആകെ 20,000 rupees കൊടുത്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 4,000 rupees നമ്മൾ കൊടുക്കാണ്ട് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണത്. ടോട്ടൽ റെൻറ്റ് ഫോർ ദ ഇയർ എന്താണ്? 24,000. അപ്പോൾ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അത് 4,000 ആണ്. അപ്പോൾ എന്താണ് എങ്ങനെ എൻട്രി വരിക? റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ 4,000 ടു ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് അക്കൗണ്ട് 4,000. റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് അഡ്ജസ്റ്റഡ്. റെൻറ്റ് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എൻട്രി വരും. ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്? ഇത് റെൻറ്റ് ഈസ് പേയബിൾ ഡ്യൂറിങ് ദി ഇയർ ഓഫ് പീരിയഡ് അക്കൗണ്ടിങ്. ഓക്കെ. അപ്പോൾ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് ചിലപ്പോൾ ഫാക്ടറി റെൻ്റ് ഇത് ട്രേഡിംഗ് അക്കൗണ്ട് കാണിച്ചിരിക്കുന്നത്. സോ ടു റെൻറ്റ് 20,000 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 4,000 ദെൻ 24,000. ബാലൻസ് ഷീറ്റിൽ എന്താണ്? ലയബിലിറ്റീസിൽ എന്താണ്? റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 4,000 എന്ന് പറഞ്ഞ് കാണിക്കണം.
ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒന്നുമില്ല. നമ്മൾക്ക് ഇതുപോലെ റെൻറ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിലോട്ട് ഒരു 20,000 റെൻറ്റ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ 10,000 എന്തിനാ അഡ്വാൻസിൽ കൊടുത്തു വയ്ക്കുകയാണ്. ആ എക്സ്പെൻസ് പ്രീപേ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു അസറ്റാണ്. നമുക്കിനി അടുത്ത പോലെ ആദ്യം അത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അതായത് an expense portion of expense paid in the current accounting year but the benefit or service of which will receive in the next accounting period. ബെനിഫിറ്റും സർവീസും നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ് കിട്ടുള്ളൂ. ഈ അക്കൗണ്ടിങ് പീരീഡ് നമ്മൾ എന്താണ് ആ എമൗണ്ട് കൊടുത്തു വയ്ക്കുകയാണ്. അൺഎക്സ്പെയർഡ് എക്സ്പെൻസസ് എന്ന് കൂടി ഇതിനെ പറയും. So this expense are paid in the accounting period, they are not incurred during accounting period. അത് ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ വരുന്നതല്ല, ബട്ട് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് പീരീഡ് ഞാൻ പേ ചെയ്യാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺ എക്സ്പെൻസ് അക്കൗണ്ട്. എന്തുകൊണ്ട് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തേ, അല്ല ക്രെഡിറ്റ് ചെയ്തേ? കാരണം തന്നെ എക്സ്പെൻസ് കുറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ കാണിക്കും, ഏതാണോ എക്സ്പെൻസ് അതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കും. കാരണം നമ്മൾ കൊടുത്ത അത്രയും എമൗണ്ട് എന്തിലേക്കല്ല, ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്കല്ല. ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് പോയതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം. പിന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. ബിക്കോസ് എന്താണ്, ഈ അടുത്തുള്ള നമുക്ക് ആദ്യം പേ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ അസറ്റായി കഴിഞ്ഞു. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ഇതുപോലെ തന്നെ ട്രയൽ ബാലൻസിൽ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കാണിക്കരുത്. ഓൺലി ബാലൻസ് ഷീറ്റിൽ പോയിട്ട് അസറ്റ് സൈഡിൽ എന്ത് കാണിക്കണം, അസറ്റ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഇനി ഓക്കെ ഇൻഷുറൻസ് പ്രീമിയം ഫോർ ₹6,000 for 1 year is paid on 1st January 2016 and the accounting year closes on 31st March 2016. Okay, in this example ഇൻഷുറൻസ് പ്രീമിയം അപ്പോൾ എന്താണ് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ എന്ത് ചെയ്യുന്നു, 9 months അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, 1st April തൊട്ട് 31st December വരെ പറയുമ്പോൾ 6,000 ആണ് 12 months. അപ്പോൾ 6,000/12, അപ്പോൾ 9 months എത്ര കാണാം, 4,500 കിട്ടും. അപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് 4,500. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയിട്ട് ടു ഇൻഷുറൻസ് പ്രീമിയം 6,000 ആൻഡ് ഈ ഏരിയയിലോട്ടുള്ള അല്ലാത്തത് ഏതാണ് 4,500 ആണ്. അപ്പോൾ ലെസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് 4,500. അപ്പോൾ ടോട്ടൽ ബാലൻസ് ഔട്ടർ കോടത്തിലോട്ട് 1,500. ബാലൻസ് ഷീറ്റ് ഓൺ 31st March 2016 ആണ്. അസറ്റ്സിൽ ഇൻഷുറൻസ് പ്രീമിയം പ്രീപെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അക്രൂഡ് ഇൻകം ഇസ് എൻ ഇൻകം ഓർ പോർഷൻ ഓഫ് ഇൻകം വിച്ച് ഹാസ് ബീൻ ഓൺഡ് ഡ്യൂറിംഗ് ദി കറണ്ട് അക്കൗണ്ടിംഗ് പീരീഡ് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് till the end of accounting period. It generally happens in case of amount to be received on account of commission, interest, dividend. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ കൊല്ലം കിട്ടേണ്ട ഇൻകമാണ്, പക്ഷേ ഈ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡിൽ പോലും ആ ഒരു ഇൻകം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ്, അക്രൂഡ് ഇൻകം എന്താണ്, നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ അക്രൂഡ് ഇൻകം എന്താണ്, അസറ്റാണ്. അപ്പോൾ അക്രൂഡ് ഇൻകം ഡെറ്റർ ടു കൺസേൺഡ് ഇൻകം അക്കൗണ്ട് വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, അക്രൂഡ് ഇൻകം ആഡ് ചെയ്ത് കാണിക്കണം, ഇത് പെർട്ടിക്കുലർ ഇൻകത്തോടു കൂടി. കാരണം എന്താണ്, ഈ കൊല്ലം കിട്ടാനുള്ളത് തന്നെയാണത്. ദെൻ ബാലൻസ് ഷീറ്റിൽ എന്ത് കാണിക്കണം, അസറ്റ് സൈഡിൽ കാണിക്കണം. ഇതൊക്കെ ഈ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ബിസിനസ് ആസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ₹1 lakh നമുക്ക് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് 12 months ഇൻ അക്കൗണ്ട് പീരീഡ് എൻഡിങ് 31st March 2018 at 9% per ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് പക്ഷേ നമുക്ക് കിട്ടിയുള്ളത് 6,750 ആണ്. നിങ്ങൾ നോക്കൂ, 1 lakhന് 9% ചെയ്യുമ്പോൾ 9,000 ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് കമ്മി വന്നത്, 2,250 നമുക്ക് ഇൻട്രസ്റ്റ് കമ്മിയാണ്. ബട്ട് ഇത് ഈ കൊല്ലം കിട്ടേണ്ടതാണ്. അപ്പോൾ ഞാൻ അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡെറ്റർ 2,250 ടു ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് 2,250. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ബൈ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്. കാരണം ഇൻകം ഒക്കെ നമ്മൾ വേണം ക്രെഡിറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇൻകമാണ്. ബൈ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആഡ് അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കണം. പിന്നെ അസറ്റ് സൈഡിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് കാണിക്കണം. പിന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതിൽ തന്നെ പറയുന്നുണ്ട്. അതായത് നമുക്ക് എന്താണ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് റെഫേഴ്സ് ടു ഇൻകം ഓർ പോർഷൻ ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ അക്കൗണ്ടിംഗ് പീരീഡ് വിച്ച് ഇസ് നോട്ട് ഏൺഡ് ഇൻ ദ അക്കൗണ്ടിംഗ് പീരീഡ്. ഈ കൊല്ലം നമ്മൾ ഏൺ ചെയ്യുന്നതല്ല, നമ്മൾ റിസീവ് ചെയ്യുന്നുള്ളൂ. ഏൺ ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഇയറിൽ വരിക. അതായത് നമുക്ക് അടുത്ത ഇയറിലോട്ട് കിട്ടുന്ന ഇൻകം ഈ ഇയറിൽ തന്നെ കിട്ടി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അൺഏൺഡ് ഇൻകം ഓർ അൺഎക്സ്പെയർഡ് ഇൻകം ടു ദ എമൗണ്ട് ഇസ് റിസീവ്ഡ് ഇൻ ദ കറണ്ട് അക്കൗണ്ടിംഗ് ഇയർ. The benefit is to be offered to the concerned person in the next accounting period. So income received advance എന്താണ്, ലയബിലിറ്റി ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു എൻട്രി കൺസേൺ ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലെസ് ചെയ്ത് കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം.
നോക്കൂ, ട്രയൽ ബാലൻസിൽ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള കമ്മീഷൻ എന്ത് ചെയ്യുന്നു, കമ്മീഷൻ റിസീവ്ഡ് 7,500 കാണിച്ചിട്ടുണ്ട്. 1/3 ഓഫ് കമ്മീഷൻ റിസീവ്ഡ് ഇസ് ഇൻ റെസ്പെക്ട് വർക്ക് ടു ബി ഡൺ ഇൻ ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. അതിൽ 1/3 ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, 1/3 ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡിലോട്ട് വരുന്ന ഇൻകം ആണ്. പക്ഷെ അത് നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ എത്രയാണത്, 2,500 ആണ്. അതെന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ ചെയ്യണം, കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് ടു കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എത്രയാണ് റിസീവ് ചെയ്ത് അത് കമ്മീഷൻ റിസീവ്ഡ് നിന്ന് കുറച്ച് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ മെത്തേഡ് പറഞ്ഞിട്ട് ലയബിലിറ്റി സൈഡിൽ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കാണിക്കണം.